ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഓപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ. നമുക്ക് ഈ തിയറി എന്താണെന്ന് നോക്കാം. The optimum theory of population is an economic concept that suggests there is a specific population size. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പോപ്പുലേഷൻ സൈസ് ഉണ്ട്. ഇത്ര റിസോഴ്സിന് ഇത്ര പോപ്പുലേഷൻ എന്നുള്ള ഒരു കണക്കാണത്. ഓക്കെ, അറ്റ് വിച്ച് എ കൺട്രീസ് എക്കണോമിക് പ്രോസ്പെരിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആർ മാക്സിമൈസ്ഡ്. ആ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റിയും ഉൽപാദനക്ഷമതയും പിന്നെ പ്രോസ്പെരിറ്റി, ആ ഒരു സമൃദ്ധിയും കൂടും എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ലാൻഡ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ജനസംഖ്യ ഉണ്ടെന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. അതിന്റെ ഓരോ രാജ്യത്തിന്റെ റിസോഴ്സ് അനുസരിച്ച് ഇത്ര എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം, പ്രൊഡക്ടിവിറ്റി കൂടും എന്നുള്ള ഒരു തിയറിയാണ് ഇത്. ഓക്കെ, ദിസ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ എഡ്വിൻ കാനൺ. ഇദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഫർദർ ഡെവലപ്ഡ് ബൈ എക്കണോമിക്സ് ലൈക്ക് ലയണൽ റോബിൻസ്. ഇദ്ദേഹമാണ് ഇത് വീണ്ടും ഫർദർ ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഈ തിയറിയുടെ കീ ഐഡിയാസ് നോക്കാം. കീ ഐഡിയാസ് ഓഫ് ദ തിയറി. ഒന്നാമത്തെ ഓപ്റ്റിമൽ പോപ്പുലേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ പോപ്പുലേഷൻ സൈസ് അറ്റ് വിച്ച് ദ അവൈലബിൾ റിസോഴ്സ്, ഏതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ അവൈലബിൾ റിസോഴ്സ്, അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സ്, ക്യാപിറ്റൽ, അവിടുത്തെ ഹ്യൂമൻ, ഇതെല്ലാം, അത് മനുഷ്യർ, ഇതെല്ലാം റിസോഴ്സ് ആണ്. ഇതെല്ലാം ആർ യൂട്ടിലൈസ്ഡ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ടു മാക്സിമൈസ് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്. അത് ഒരു പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ഔട്ട്പുട്ട്, അതാണ് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് എന്നുള്ളത്. ഒരാൾക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നുള്ളത്, ഇത് എത്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതായത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്റ്റിമൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്കണോമിക് വെൽഫെയർ, അവിടെ എന്തും ഉണ്ട്, എക്കണോമിക് വെൽഫെയറും ഉണ്ട്, സാമൂഹ്യ ക്ഷേമവും ഉണ്ട്. അടുത്ത അണ്ടർ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിലോ, ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ടു സ്മോൾ റിലേറ്റീവ് ടു അവൈലബിൾ റിസോഴ്സ്, അതായത് രാജ്യത്ത് ഒരുപാട് റിസോഴ്സ് ഉണ്ട്, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ ഇല്ല, ജനസംഖ്യ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് റിസോഴ്സസ് റിമെയിൻ അണ്ടർ യൂട്ടിലൈസ്ഡ്, അതായത് അത് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീഡിങ് ടു ലോവർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കില്ല, അവിടെ ലോവർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ആൻഡ് എക്കണോമിക് ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. അടുത്ത ഓവർ പോപ്പുലേഷൻ ആണ്. അതായത് ഇഫ് ദ പോപ്പുലേഷൻ എക്സീഡ്സ് ദ ഓപ്റ്റിമം ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്റ്റിമം ലെവലിനെക്കാട്ടിലും കൂടുതൽ ജനസംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ, റിസോഴ്സസ് ബിക്കം ഇൻസഫിഷ്യൻറ്റ്, അതായത് ആ രാജ്യത്തെ റിസോഴ്സ് തികയാതെ വരും ആൾക്കാർക്ക്, ലീഡിങ് ടു ഡിമിനിഷ്ഡ് റിട്ടേൺസ്, അതായത് ആ ഒരു കിട്ടുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂടും എന്നുള്ളതാണ് ഓപ്റ്റിമൽ പോപ്പുലേഷനിൽ വരുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടാവും, അതായത് ഒരാളോഹരി വരുമാനം അവിടെ കുറയുകയാണ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ. ആൻഡ് എക്കണോമിക് സ്റ്റാഗ്നേഷൻ ഉണ്ടാവും ഓർ ഡിക്ലൈൻ, അതായത് എക്കണോമി എന്ത് ചെയ്യും, അരക്ഷിതാവസ്ഥയിലേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നോക്കം പോകും എക്കണോമി. ഓക്കെ, അടുത്തത് ഡൈനാമിക് നേച്ചറാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേച്ചറാണിത്. അതായത് ദ ഓപ്റ്റിമം പോപ്പുലേഷൻ ഈസ് നോട്ട് ഫിക്സ്ഡ്, അതായത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല ഓപ്റ്റിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെക്നോളജിയെ ആശ്രയിച്ചിരിക്കുന്നു, റിസോഴ്സിന്റെ അവൈലബിലിറ്റി ആശ്രയിച്ചിരിക്കുന്നു, പിന്നെ എക്കണോമിക് കണ്ടീഷൻ, ആ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഓപ്റ്റിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി, അതായത് നല്ല ടെക്നോളജി നല്ല അഡ്വാൻസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഓർ ദ ഡിസ്കവറി ഓഫ് ന്യൂ റിസോഴ്സസ്, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് പുതിയ എന്താണ് ന്യൂ റിസോഴ്സിന്റെ കണ്ടെത്തലുകളും ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ക്യാൻ ഷിഫ്റ്റ് ദ ഓപ്റ്റിമം പോപ്പുലേഷൻ അപ്വേർഡ്, അതായത് കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഓപ്റ്റിമം പോപ്പുലേഷൻ ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും. ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. അസംഷൻസ് ഓഫ് ദ തിയറി. അല്ല, ഒന്നാമത്തത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ സൈസ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അതായത് പോപ്പുലേഷൻ സൈസിന്റെയും ഔട്ട്പുട്ടിന്റെയും ആ ഒരു റിലേഷൻഷിപ്പ്, അത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതാണ്, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ വെച്ചാൽ നമുക്കറിയാം, ഒരു ഇൻപുട്ട് നമ്മൾ കൂടുതൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരു കൃഷിയിടത്തിൽ ഒരു ലേബറിന്റെ എണ്ണം മാത്രം കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്ക് അവരെ എംപ്ലോയ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഔട്ട്പുട്ട് ഒന്ന് കൂടും, പിന്നെ അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അടുത്തത് പിന്നെ കോൺസ്റ്റന്റ് ആവും, പിന്നെ ഒരു ഡിമിനിഷിംഗ് ലെവലിലേക്ക് പോകും, ഔട്ട്പുട്ട് കിട്ടുന്നത് കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പോപ്പുലേഷനെയും ഔട്ട്പുട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ്, എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചറിന്റെ കാര്യത്തിലാണ് സംഭവിക്കുന്നത്. അത് ഒന്നാമത്തെ അസംഷൻ ആണ്. അടുത്തത് എക്കണോമിക് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് നീഡ് എഫിഷ്യന്റ് മാനേജ്മെന്റ് ടു എൻഷുർ പ്രൊഡക്ടിവിറ്റി. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സ് ആണ്, നല്ലൊരു മാനേജ്മെന്റ്, പ്രൊഡക്ടിവിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാനേജ്മെന്റ് ആ റിസോഴ്സിന് വേണം, അതായത് നല്ല രീതിയിൽ അത് വിനിയോഗം ചെയ്യണം. അടുത്ത് എക്കണോമിക് വെൽഫെയർ ഈസ് മെഷേർഡ് ബൈ പെർ ക്യാപിറ്റ ഇൻകം ഓർ ഔട്ട്പുട്ട്, അതായത് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്കണോമിക് വെൽഫെയർ അളക്കുന്നത്. അടുത്തത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ക്യാൻ ഇമ്പാക്ട് ദ ഓപ്റ്റിമം ലെവൽ
ബൈ ഇൻക്രീസിങ് റിസോഴ്സ് എഫിഷ്യൻസി. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് ഏതിനെ ഇമ്പാക്ട് ചെയ്യാൻ കഴിയും? ഓപ്റ്റിമം ലെവൽ ഓഫ് പോപ്പുലേഷനെ ഇമ്പാക്ട് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? ബൈ ഇൻക്രീസിങ് ദ റിസോഴ്സ് എഫിഷ്യൻസി. അതായത് ടെക്നോളജി പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റിസോഴ്സിന്റെ എഫിഷ്യൻസി കൂടുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഏതിനാണ് ഈ ഓപ്റ്റിമം ലെവലിനെ ഇമ്പാക്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതിന്റെ സ്റ്റേജസ് നോക്കാം. സ്റ്റേജസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ദ തിയറി. അതായത് ഇതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അണ്ടർ പോപ്പുലേറ്റഡ് സ്റ്റേജ് ആണ്. അതായത് ഇൻ ദി സ്റ്റേജ് പോപ്പുലേഷൻ സൈസ് ഈസ് സ്മോളർ ദാൻ ദ ഓപ്റ്റിമൽ ലെവൽ. അതായത് ഓപ്റ്റിമൽ ലെവലിനെക്കാട്ടിലും താഴ്ന്ന ഒരു പോപ്പുലേഷൻ ലെവലാണ് ഈ ഘട്ടത്തിലുള്ളത്. പ്രൊഡക്ടിവിറ്റി, അപ്പോൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കും നമുക്കറിയാം. പ്രൊഡക്ടിവിറ്റി പെർ ക്യാപിറ്റ ഈസ് ലോ ബിക്കോസ് റിസോഴ്സസ് ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്. ഇത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയതുകൊണ്ടാണ് ഈ പ്രൊഡക്ടിവിറ്റി പെർ ക്യാപിറ്റ ലോ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇൻക്രീസിങ് ദ പോപ്പുലേഷൻ ക്യാൻ ലീഡ് ടു ഗ്രേറ്റഡ് എക്കണോമിക് ഔട്ട്പുട്ട്. അതായത് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു എക്കണോമിക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. അടുത്ത രണ്ടാമതെന്ന് പറയുന്നത് ഓപ്റ്റിമൽ സ്റ്റേജ് ആണ്. നമുക്കറിയാം അറ്റ് ദി സ്റ്റേജ് ദ പോപ്പുലേഷൻ സൈസ് മാച്ചസ് ദ റിസോഴ്സസ് ആൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് മാച്ച് ആയിട്ട് വരുന്ന ഒരു പോപ്പുലേഷൻ, അതാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുക. മാക്സിമൈസിങ് പെർ ക്യാപിറ്റ ഇൻകം, അപ്പോൾ അവിടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലായിരിക്കും ആൻഡ് എക്കണോമിക് വെൽഫെയറും അവിടെ കൂടുതലായിരിക്കും. അടുത്ത ഓവർ പോപ്പുലേറ്റഡ് സ്റ്റേജ് ആണ്. എങ്ങനെയാണ് വരുന്നത്? ഹിയർ പോപ്പുലേഷൻ സൈസ് എക്സീഡ്സ് ദ റിസോഴ്സ് കപ്പാസിറ്റി. റിസോഴ്സ് കപ്പാസിറ്റിക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ലീഡിങ് ടു റിസോഴ്സ് സ്കേഴ്സിറ്റി. റിസോഴ്സിന്റെ അപര്യാപ്തതയിലേക്ക് അത് നയിക്കും. ലോവർ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടാവും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും ആൻഡ് റിഡ്യൂസ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്. ജനങ്ങളുടെ ജീവിത നിലവാരവും ഇവിടെ കുറയും. ഇനി നമുക്ക് ഈ തിയറിയുടെ വിമർശനങ്ങൾ നോക്കാം. ക്രിറ്റിസിസംസ് ഓഫ് ദ തിയറി. ഒന്നാമത്തത് ഡിഫിക്കൽട്ട് ടു മെഷർ. ഇത് അളക്കാൻ വളരെ പ്രയാസകരമാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. അതായത് ഡിറ്റർമൈനിങ് ദ എക്സാക്ട് ഓപ്റ്റിമം പോപ്പുലേഷൻ, എത്രയാണ് എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓപ്റ്റിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈസ് ചലഞ്ചിങ് ഡ്യൂ ടു വേരിയിങ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് എക്കണോമിക്, സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ളതും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അത് അളക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്തത് അതൊരു വിമർശനമാണ് കേട്ടോ. അടുത്ത സ്റ്റാറ്റിക് അപ്രോച്ച് ആണിത്. അതായത് ക്രിറ്റിക്സ് ആർഗ്യൂ ദ തിയറി ഈസ് സ്റ്റാറ്റിക് ആൻഡ് ഡസൻറ്റ് ഫുള്ളി അക്കൗണ്ട് ഫോർ ഡൈനാമിക് ചേഞ്ചസ്. അതായത് ഡൈനാമിക് ആയിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ഉൾപ്പെടുത്തുന്നില്ല. ഏതൊക്കെയാണ്? ലൈക്ക് ഗ്ലോബലൈസേഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവും. അതായത് പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം. ഓക്കെ, ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് മെഷർ ചെയ്യുന്നില്ല. അതായത് ഒരു സ്റ്റാറ്റിക് അപ്രോച്ചാണ്, അതൊരു വിമർശനമാണ്. ഫോക്കസ് ഓൺ എക്കണോമിക്സ് എലോൺ, അത് മറ്റൊരു വിമർശനമാണ്. അത് എക്കണോമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതായത് ദ തിയറി പ്രൈമർലി എംഫസൈസ് എക്കണോമിക് വെൽഫെയർ ആൻഡ് ഓവർലുക്സ്. അതായത് ഓവർലുക്സ് അവഗണിക്കുന്നു. ഇതിനൊക്കെയാണ് സോഷ്യൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, എൻവയോൺമെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയൊക്കെ ഇത് അവഗണിക്കുന്നു. കൂടുതലായിട്ടും എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് ഇത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. റിലവൻസ് ഡെസ്പൈറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻ. പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രാധാന്യം അതാണ് പറയുന്നത്. അതായത് ദ ഓപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ റിമെയിൻസ് ആൻ ഇമ്പോർട്ടന്റ് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ബാലൻസ് ബിറ്റ്വീൻ. അതായത് പോപ്പുലേഷൻ ഗ്രോത്തും റിസോഴ്സ് യൂട്ടിലൈസേഷനും തമ്മിലുള്ള ഒരു ബാലൻസ് മനസ്സിലാക്കാൻ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു തിയറിയാണിത്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി റിലവൻറ്റ് ഫോർ പോളിസി മേക്കേഴ്സ്. അതായത് പോളിസി മേക്കേഴ്സിന് ഇത് ഉപകാരം ചെയ്യുന്ന ഒരു തിയറിയാണ്. അഡ്രസ്സിങ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അഡ്രസ്സിങ് ഇഷ്യൂസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ്, അർബനൈസേഷൻ, അതായത് ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറുന്ന ഒരു പ്രവൃത്തിയാണ് അർബനൈസേഷൻ, അത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് എക്കണോമിക് പ്ലാനിംഗ് ഒക്കെ നടത്താൻ പറ്റും പോളിസി മേക്കേഴ്സിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.